ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ റെസിപ്പി ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് റോസ്റ്റഡ് അരിപ്പൊടിയാണ്. റോസ്റ്റ് ചെയ്യാത്ത അരിപ്പൊടി എടുക്കാം. അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് മൈദ, അര ഗ്ലാസ് ഗോതമ്പ് പൊടി, പിന്നെ ഞാനിവിടെ എടുക്കുന്നത് റവയാണ്. അത് 2 ടേബിൾ സ്പൂൺ റവ, പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. ഇത് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് 2 പഴം ആഡ് ചെയ്യണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കണം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 6-7 ഏലയ്ക്ക, 2 പഴം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോബസ്റ്റോ പഴമാണ്, അതായത് പച്ചപ്പഴം, നന്നായിട്ട് പഴുത്തിട്ടുള്ളത്. സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പാളയംകുടം പഴമൊക്കെ വെച്ചിട്ടാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ പഴമാണ്, ചെറുതായിട്ട് അരിഞ്ഞത്. ഈ പഴം ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഈ ബനാന മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് നന്നായിട്ട് ഉരുക്കിയെടുത്ത ശർക്കരയാണ്. ഇത് 1.5 ഗ്ലാസ് ഉണ്ട്. ഞാൻ ഏത് ഗ്ലാസ്സിലാണോ പൊടികളൊക്കെ എടുത്തത് അതേ ഗ്ലാസ്സിൽ അളന്നെടുത്തപ്പോൾ 1.5 ഗ്ലാസ് ഉണ്ടായിരുന്നു. ഇത് നല്ല തിളച്ച ചൂടോടായിരിക്കണം ഒഴിക്കേണ്ടത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാനിത് കട്ടകളൊക്കെ കളഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇനി അടുത്തതായിട്ട് ഒരു പാൻ വെക്കണം. ഇതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ബൈറ്റ്സ് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റായി വരുമ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ ചൂടോടെ ഈ മാവിലേക്ക് ഒഴിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അവസാനമായിട്ട് ഇതിൽ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ ബാറ്റർ റെഡിയായി. ഇനി ഞാൻ ഈ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. ഉണ്ണിയപ്പക്കാര ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ആണെങ്കിലും ഫ്രൈ ചെയ്തെടുക്കുന്നതിന് കുറച്ച് സമയമൊക്കെ വേണ്ടി വരും. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യത്തെ ബാച്ച് ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുത്തതാണ്. ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനാണ് ശർക്കര നമ്മൾ തിളച്ച ചൂടോടെ ഒഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഗൈസ്, എൻ്റെ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വൈകിട്ട് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.